ഇന്ന് നമുക്ക് ഒരു മാങ്ങാപ്പച്ചടിയുടെ റെസിപ്പി ആയാലോ. അപ്പോൾ ഇതെന്താ മാങ്ങാപ്പച്ചടി ഇങ്ങനെ ഇരിക്കണേന്ന് കരുതണ്ട, ഇത് തമിഴ്നാട് സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇടയ്ക്ക് ചെറിയ തൊലിയൊക്കെ ഇരുന്നോട്ടെ. ഇനി ഇതാ പാത്രം ചൂടായപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുക് പൊട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞപ്പോൾ ഉഴുന്നുപരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി കുഞ്ഞ് പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, കായത്തിൻ്റെ പൊടി, വേപ്പില, മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു ജാം കൺസിസ്റ്റൻസി ആവാതിരിക്കാനാണ് കേട്ടോ. ഈ ഒരു ചെറിയ കഷ്ണമൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, തൊലി ഫുള്ളായിട്ട് കളയണ്ടെന്ന് പറഞ്ഞ്. രണ്ട് രീതിയിലും ചെയ്യാം. ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്കും ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാലേ കറി നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ, മാങ്ങാപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇത് തമിഴ്നാട് ട്രഡീഷണൽ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ സൈഡായിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ വരാം.